ഏത്തപ്പഴം കൊണ്ട് സ്വാദിഷ്ടമായ പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചോറിനൊപ്പം വിളമ്പാവുന്നതും സദ്യയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വിഭവമാണ് പച്ചടി. അതിനായി 2 കപ്പ് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് 2 ഏത്തപ്പഴം കഷ്ണങ്ങളായി നുറുക്കിയത് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് വേവിച്ചെടുക്കുക. ഏത്തപ്പഴം നന്നായിട്ട് വെന്ത് ചാറ് ഏകദേശം വറ്റി വരുമ്പം അതിലേക്ക് സ്വാദിനനുസരിച്ചുള്ള പഞ്ചസാര, ചില ഏത്തപ്പഴത്തിന് മധുരം കൂടുതലായിരിക്കും, അങ്ങനെയാണെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുക. ഇത് ഏത്തപ്പഴം വലിയ മധുരമില്ലാത്ത ഏത്തപ്പഴമായിരുന്നു. അവരവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്തിട്ട് പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് കുറുകി വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് തേങ്ങയും 3 പച്ചമുളകും കൂടെ ചേർത്ത് പേസ്റ്റ്, നല്ലോണം അരച്ച പേസ്റ്റാണ്, വെള്ളം ഒഴിച്ച് അതും കൂടെ ചേർത്ത് നന്നായിട്ട് 2-3 മിനിറ്റ് തിളപ്പിക്കുക. തേങ്ങയുടെ പച്ചമണം മാറി വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് തൈര് നന്നായിട്ട് ഉടച്ച് ചേർത്ത് നല്ലോണം ഇളക്കി വേണം ഒന്ന് ചൂടാക്കാനായിട്ട്. തൈര് ചേർത്തതിന് ശേഷം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് അതിലേക്ക് താളിപ്പും കൂടെ ചേർത്താൽ മതി. തൈര് ചേർത്തിട്ട് തിളപ്പിക്കുകയാണെങ്കിൽ തൈര് പിരിഞ്ഞു പോവും. നന്നായിട്ടൊന്ന് ചൂടാവുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. ആദ്യം ചേർക്കാനായിട്ട് വിട്ടുപോയി. ഉപ്പ് ചേർത്തിട്ട് താളിപ്പിന് വെളിച്ചെണ്ണയിൽ കടുകും ചുവന്ന മുളകും കരിവേപ്പിലയും കൂടെ ചേർക്കുക. ശകലം അവസാനം ഡെക്കറേഷന് വേണ്ടി മാറ്റി വയ്ക്കുകയാണ്. താളിപ്പ് ചേർത്ത ഉടനെ തന്നെ ഒരു പ്ലേറ്റ് വെച്ച് അടച്ച് 2 മിനിറ്റിന് ശേഷം ഇളക്കിയാൽ മതി. അതിൻ്റെ മണം നിൽക്കാനാണ്. ഇളക്കി നമുക്കത് വിളമ്പാവുന്നതാണ്. സദ്യയ്ക്ക് നമ്മൾ വിളമ്പുന്ന വിഭവമാണ് പച്ചടി. ഏത്തപ്പഴം കൊണ്ട് ഈ രീതിയിൽ പച്ചടി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ശർക്കര ചേർത്തും പച്ചടി തയ്യാറാക്കാം. ഇത് പഞ്ചസാര ചേർത്താണ് തയ്യാറാക്കിയിരിക്കുന്നത്. ശർക്കര ചേർത്തിട്ടുള്ള പച്ചടി നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.